ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ബനാന കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ. വെറും ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ മിക്സിയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവ് ഫോളോ ചെയ്തിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പഴത്തിനെ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് തൈരും ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ അടിച്ചെടുത്ത മാവിനെ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പയിലൂടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത ഗോതമ്പ് പൊടിയിലൊക്കെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിവശത്ത് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്, അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കും. ബട്ടർ പേപ്പർ കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കാനായിട്ട് ബട്ടർ പേപ്പറിൻ്റെ ഷീറ്റായിട്ട് കിട്ടണ ആ ഷീറ്റിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് ബട്ടർ പേപ്പർ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതില്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ, ഈ ടിന്നിൻ്റെ അടിയിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തേക്കാണ്. അത് വേണമെന്നില്ല, ഞാൻ കേക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തേണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ എയർ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ ഹോളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയറൊക്കെ കളയുക. അതിനുശേഷം വേണം കേക്ക് ബേക്ക് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അത് നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബേക്ക് ചെയ്യണത് ഇതുപോലൊരു പാനിലാണ്. ഇത് ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കുക്കറിലും ഓവനിലും ഒക്കെ ഈ സെയിം ബാറ്റർ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് പാന് നന്നായിട്ട് ചൂടായിട്ട് വരും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന തട്ടിന് പകരം നിങ്ങൾക്ക് നമ്മുടെ മൺചട്ടിയൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കണ ആ റൗണ്ട് ഇല്ലേ, അത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ബേക്ക് ആവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിൻ്റെ മുകൾ ഭാഗം കുഴിഞ്ഞിട്ടായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ 40 മിനിറ്റോളം ഇത് തുറന്ന് നോക്കിയേ ചെയ്യരുത്.
ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കണ്ടോ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാം. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റിയത്. ഇല്ലാണ്ടെങ്കിൽ കത്തി കൊണ്ട് സൈഡ് ഒന്ന് വിടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നും അടിവശത്തു നിന്നൊക്കെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡും അടിവശം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഓവനിൽ തയ്യാറാക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കിഡിലൻ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ പഴത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും ഗ്യാസ് സ്റ്റോപ്പിന്മേൽ മിക്സി ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.